സ്റ്റാർട്ട് പതിവിലും നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച ദിവസം പതിവിലും ലേറ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഇന്ന് പുതിയൊരു അതിഥിയുണ്ട്. നമ്മുടെ റൈഡിൽ ഇന്ന് നിയാമും കൂടെ വന്നിരിക്കുകയാണ്. രാവിലെ ഞങ്ങളൊക്കെ തന്നെ ഗുരുവിലേക്ക് ഇത് കുറേ നേരം നടക്കാൻ നോക്കി നടക്കില്ല. അവസാനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി പാക്ക് ചെയ്തെടുക്കാണ്. അങ്ങനെ പാക്ക് ചെയ്ത് അതിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി വന്നപ്പോഴേക്കും നമ്മൾ 1 മണിക്കൂർ ലേറ്റായി. ഇപ്പൊ ഞാൻ 5:45 സമയം നമ്മൾ ഇറങ്ങുന്നത്. ഇനിയിപ്പം അറിയില്ല, നമ്മൾ അധികം ദൂരം പോകുന്നില്ല, ടെമ്പിളിലേക്കാണ് പോകുന്നത്. അത് വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ശരി ലഭിച്ചു, അതാണ് ഒരു സങ്കടം. നമ്മള് സൺറൈസ് അവിടെ കാണുന്ന വിചാരിച്ചതാണ്, പക്ഷെ കഴിയുന്ന പോയി. ഇനി ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ കേട്ടാലോ. അപ്പൊ നമ്മളിന്ന് ഹൈവേ കയറി. ഹൈവേയിൽ കയറിയപ്പോ എന്താ പറയാ, ഞാൻ വിചാരിച്ചു നല്ല തിരക്കായിരിക്കും, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, തിരക്ക് വളരെ കുറവാണ്. വണ്ടികൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ഇതിപ്പോ നമ്മൾ ഡിമാർട്ടിന്റെ അവിടെ എത്തി. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് ഫ്ലൈ ഓവറിന്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വേണം പോകാൻ. യൂട്ടേൺ എടുത്തിട്ട്, സോറി റൈറ്റ് അല്ല, യൂട്ടേൺ എടുത്തിട്ട് നേരെ ജിഗ്നി റോഡ്. അപ്പൊ നമ്മൾ ജിഗ്നി റോഡിൽ കയറി. സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 6 മണിയായി. നമ്മൾ എന്താ പറയുക, 1.5 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നമ്മളിത് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് നമ്മുടെ ഇലക്ട്രോണിക്കിന് ജിഗ്നിയിൽ നിന്ന് നേരെ ബനാർഘട്ടയിലാണ് ഈ പറയുന്ന ടെമ്പിൾ. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടെമ്പിളാണ്. നമ്മളിപ്പോൾ ജിഗ്നി റോഡിൽ നിന്ന് നാഷണൽ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക്, അതായത് ബനാർഘട്ടയിലേക്ക് എത്താറായി. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ സൈഡിൽ മൊത്തം സൈഡൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടൈൽ ഷോപ്പുകളാണ് ഇവിടെ കൂടുതൽ, ടൈലും മാർബിളും. അപ്പോൾ നമ്മൾ ബനാർഘട്ട എത്താറായി. ഇവിടുന്ന് ഒരു 700 മീറ്റർ ഉള്ളൂ. ഇതാണ് ബനാർഘട്ട. ഓക്കെ, ഇവിടെ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അതേ 2 സൈക്ലിസ്റ്റുകൾ പോകുന്നു. ലെഫ്റ്റ്, ഓട്ടോ പോകുന്ന വഴി അല്ല, ഓട്ടോ റൈറ്റിലേക്ക് പോകണേ, സോറി ലെഫ്റ്റ് ഓട്ടോ എടുക്കാം. അപ്പം നമ്മളീ പോകുന്നത് ബനാർഘട്ടയിലുള്ള ചെമ്പകധാമ സ്വാമി ടെമ്പിളിലേക്കാണ്. ബനാർഘട്ട ഹിൽസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 800 മുതൽ 900 വർഷം വരെ പഴക്കമുള്ള അമ്പലമാണ്. മഹാവിഷ്ണുവിൻ്റെ ചെമ്പകധാമ അവതാരത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ 2 അമ്പലങ്ങളുണ്ട്. താഴെ ചെമ്പകധാമ സ്വാമി ടെമ്പിളും മുകളിൽ ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിളും. അപ്പോൾ ഉള്ളിൽ നോക്കേണ്ടി വരും. ആദ്യം നമുക്ക് അറിയണം നമ്മളെ കയറ്റുമെന്ന്. എന്തായാലും ഒരു റിസ്ക് എടുത്ത് വന്നേക്കണെയാണ്. കയറ്റില്ലെങ്കിൽ പണിയാവും, ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ഒരു കാണുന്ന മലകളുണ്ടോ, അതിൻ്റെ അപ്പുറം കണ്ടായിട്ടാണ് വേറൊരു ടെമ്പിളിലാണ് കണ്ടത്. അങ്ങനെ 2 ടെമ്പിളിൻ്റെ ഒരു സ്ഥലമാണ്. എന്തായാലും നല്ല കൊത്തുപണിയില്ലേ, കളർഫുൾ ആണ് ടെമ്പിൾ, കളർഫുൾ. നോക്കിട്ടുണ്ട്. ഇപ്പൊ ബേർഡ്സിനെ കണ്ടോ? കണ്ടോ, അവര് ഫുഡ് കഴിക്കാൻ പോവാ. ഇത് നോക്കിയാണോ? യമുന്റെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അവനൊന്നൊന്ന് ഫ്രീ ആക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഊരി തുടങ്ങി. ഓക്കെ, അപ്പൊ ഞങ്ങളൊന്ന് സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടിയിലേക്ക് ആക്കട്ടെ. ലിയം ഇവിടെ ഒരു BMW കണ്ട് അതിനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. BMW ഓടിക്കുവാണോ? ഇവിടെ എല്ലാവരും വരുന്നേ ഉള്ളൂ, അമ്പലമൊക്കെ തുറന്നിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. 6 മണി മുതലാണ് ദർശന സമയം. ആക്ച്വലി ഞങ്ങൾക്ക് അറിഞ്ഞൂടെ കയറാൻ പറ്റുമല്ലോ എന്ന്. അപ്പം മേ ബി ഇങ്ങനെ ആരോടെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ആരും കാണുന്നില്ല. ഫുള്ള് തുറന്ന് വരണേ ഉള്ളൂ. ഒരു ചായക്കട തുറന്നിട്ടുണ്ട്. ആ ചേട്ടൻ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആരോട് ചോദിക്കും? മേ ബി എവിടെയോ അങ്ങേയറ്റം ഇതേ ചെറുത്. മൈ ഗോഡ്, കണ്ണ് തെറ്റിപ്പിടിക്ക് ഓടി അപ്പൻ്റെ അടുത്തെത്തി. ഇവിടെ വലിയൊരു ചാരിയറ്റ് ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഉത്സവങ്ങൾക്കാണ് ഇവരെടുക്കുക. ഭയങ്കര പുരാതനമായൊരു ടെമ്പിളത്. ദ്രാവിഡ ആർക്കിടെക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്നാ വർക്കാന്ന് നോക്ക്. എനിക്കിതിൻ്റെ സ്റ്റോറിയൊന്നും പറയാൻ അറിയില്ല.
എന്തെങ്കിലും സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും. ഇതിൻ്റെ ആ ബാക്കിൽ കൂടെയുള്ള ആ ടെമ്പിളിൽ കൂടെ പോകാൻ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് തോന്നണേ. ആ പൂജാരി പോണു ഉണ്ടോ, എല്ലാം ഓണായി വരുന്നേ ഉള്ളൂ. ഈ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതാണ് ഒരു രക്ഷയില്ലാത്തത്. ഹെൽമെറ്റ് വെക്കാനുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. രാജഗോപുരം, എനിക്ക് എൻ്റെ പെയിന്റിങ് നല്ല ഇഷ്ടമായിട്ടോ. എന്തോരം കളേഴ്സ് അല്ലേ. ഇത്ര അടുത്ത് നമ്മൾ കാണാറില്ല. നമ്മളിങ്ങനെ വലിയ ടെമ്പിൾ ദൂരേന്ന് കാണുമ്പോൾ അറിയില്ല ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയണ്ടായില്ല. എന്തോരം വർക്കാണ്. മങ്കിനെയൊക്കെ കണ്ട് എക്സൈറ്റിൽ ഞാൻ നടക്കുക. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിൻ്റെ മുകളിലേക്കൊരു വഴിയുണ്ടെന്നറിയാം, അത് ഏതി കൂടെ പോകേണ്ടതെന്ന് അറിയാതെ. അവിടെ ഒരു സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. അന്നദാനത്തിൻ്റെ സ്ഥലമാണ്. അതേ പിന്നെയും മങ്കി. ആ സൈഡൊന്ന് പോയി നോക്കാം. ഇവിടെ നല്ല ഡ്രസ് കോഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചേക്കുന്ന വെച്ചിട്ട് ഞങ്ങൾക്ക് ഓക്കെയാണ്. പാൻറ് ഷോർട്സ് ആണ് പറ്റില്ലാത്തത്. പാൻറ് ഇട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്, എന്താ നോക്കാം. ഇനിയിപ്പോൾ ഈ അമ്പലത്തിനുള്ളിൽ കയറിയാലാണോ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നറിയില്ല. എന്നാ ശാന്തമായ സ്ഥലമാണെന്നറിയോ. ഈ പഴയ അമ്പലങ്ങൾക്കൊക്കെ ഭയങ്കര വൈബാണ്. നമുക്കിവിടെ നിന്ന് പോകാൻ തോന്നത്തില്ല. അവിടെ കാണണ്ടോ ഒരു ടെമ്പിൾ അങ്ങ് ദൂരെ വെള്ള കളറിൽ. അവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഏതി കൂടെ പോകണ്ടേന്ന് അറിയില്ല. വലിയൊരു ആൽമരം, 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച അമ്പലമാണിത്. അന്നിവിടെ ആയിരുന്ന ഹൊയ്സാള രാജാക്കന്മാരുടെ കാലത്താണ് ഇതിൻ്റെ ആദ്യമായിട്ട് ഈ അമ്പലം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് വിജയരാജ സാമ്രാജ്യം വന്നപ്പോഴേക്കും പിന്നെ ഇത് ഈ രൂപത്തിലൊക്കെ ആക്കി. അതൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. സൂര്യൻ്റെ അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ വന്നിരുന്നെങ്കിലും കാര്യമില്ല, നമുക്ക് കയറാൻ പറ്റില്ല. 6 മണിക്കേ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 6 to 1 ആണ് ഇവിടെ ടൈമിംഗ് പറയണത്, രാവിലത്തെ ദർശന സമയം. പിന്നെ 4 മണി മുതൽ 8 മണി വരെ വൈകിട്ട്. ഞങ്ങളവിടെ ഒരു പുള്ളിക്കാരോട് ചോദിച്ചേ, അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഈ ഇതിൽ കൂടെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോകാമെന്ന്. അത് കഴിഞ്ഞ് 7:30-ക്കാണ് അവിടെ പൂജ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മുകളിൽ കണ്ടിട്ട് വാ, അപ്പോഴേക്കും താഴെ ഇതിൻ്റെ സമയമാവും, പൂജയുടെ സമയമാവും എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും വഴി കിട്ടി. നമുക്ക് പോയി നോക്കാം. 200 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, കേറിക്കോ. 200 സ്റ്റെപ്പാ? ആൾക്കാർ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ തന്നെ. അത് അറിയില്ല കേട്ടോ, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇത് കയറി നമുക്ക് മുകളിലെത്തണം. വേണ്ടല്ലേ? ആ, ഓ മൈ ഗോഡ്.
ക്ലീനിങ് ഒക്കെ നടക്കണേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ഓണായിട്ടില്ല ശരിക്കും. അമ്മ നോക്കി. ഹായ് അമ്മ. ടയർഡായോ? തുടങ്ങിയല്ലോ. അവിടെ മുകളിൽ മങ്കിയുണ്ട്, വേഗം പോയി കണ്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഒരു പ്രശ്നം വെച്ചാൽ ലിയോ വൊമിറ്റ് ചെയ്യും, മോഷൻ സിൻഡ്രോം ഉണ്ട്. അപ്പോൾ ഒന്നും കഴിക്കാതിരിക്കാൻ നല്ലത്. അതാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല പാലൊന്നും കുടിക്കാൻ. എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകണ്ട കേട്ടോ. ഓടാ ബിഗ് ഉണ്ടടാ. നമ്മളെത്തി. കഴിഞ്ഞ ആഴ്ച പോലെ ഞാൻ വിചാരിക്കുന്നു ട്രക്കിങ്ങിന് പോകണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയ സ്ഥലത്ത് പക്ഷേ ബൈക്ക് കൊണ്ട് കയറിപ്പോയല്ലോ. ഞാൻ ആദ്യം ചെറുത് ഇപ്പൊ നല്ല ആരോഗ്യം. റെഡിയാ പോവാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ വരാനായിട്ട്. ഈ കാലത്തത് തണുപ്പൊക്കെ അടിക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം. ഇത് ബാക്ക് സൈഡ് ടെമ്പിളാ നോക്ക്. ഞാൻ എന്താ അവിടെ വന്നേ. അവിടെ നല്ല എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോ. ബെല്ലടിക്കണം. മങ്കിയോ? ലിയ നല്ല ഉഷാറായിട്ട് കയറി പോകണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു പകുതി സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കത് അവിടം വരെ കയറണം. എന്തായാലും സ്റ്റെപ്പായിട്ടാണ്, മറ്റേ കല്ലല്ല, അതുകൊണ്ട് കയറാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാടി തുള്ളി ഡാൻസ് കളിച്ചാ പോണേ. എവിടെ പോണേ? സൂര്യൻ നമ്മുടെ മുകളിൽ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരണ്ടേ. ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാ. നമ്മളുടെ ഈ ലഗേജാണ്. അതെ, കുറച്ച് ലഗേജാണ്. അപ്പൊ ഇത് മൊത്തം ചുമക്കണം. ആൾക്കാരൊക്കെ നല്ലപോലെ കയറി വരുന്നു. അപ്പൊ ഈ സ്ഥലത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാമല്ലോ. നമുക്ക് നല്ല കൂളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതാണ് മുകളിലത്തെ ടെമ്പിള്. ആ മുകളിലത്തെ ടെമ്പിള് നമ്മൾ സ്റ്റെപ്പ് അതിലിങ്ങനെ കയറി വരണം. പൂജാരിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ പൂജ തുടങ്ങുമായിരിക്കും. ഇവിടുന്ന് എന്നാ ഭംഗിയ കാഴ്ചകൾ കാണാനായിട്ട്. ബനാർക്കട്ടയുടെ ചുറ്റുപാടുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, ആ വലിയ കല്ല് നോക്കിയല്ലേ? അതെ ബിഗ് കല്ല്. അപ്പോൾ ഇതാണ് ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിൾ. അങ്ങനെ 2 ടെമ്പിളും കൂടെ ചേർന്നതാണ് ചെമ്പകധാമ സ്വാമി ടെമ്പിൾ. ഈ 2 ടെമ്പിളും കൂടെ ചേർന്നാണ് ഈ ബനാർക്കട്ട ഹില്ലിനെ ഇത്രയും മനോഹരമാക്കുന്നത്. നമ്മുടെ ബനാർക്കട്ട ഹിൽസിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നതും ഈ ഹില്ലിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ എന്നതാണ്. ഇവിടെ നമുക്ക് ബനാർക്കട്ട മൊത്തത്തിൽ കാണാൻ പറ്റും, ചുറ്റും കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ബനാർക്കട്ട പ്രദേശം മൊത്തത്തിൽ കാണാം. ഒരുപാട് പഴയ അമ്പലമായതുകൊണ്ട് ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ പ്രദേശത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഏരിയ മൊത്തം പണ്ട് ചെമ്പക മരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നെന്നും ഈ പ്രദേശത്തെ ചെമ്പകധാമം എന്നാണ് വിളിച്ചിരുന്നതെന്നും അത്രേ. ഒരുപാട് സന്യാസിമാർ ഇവിടെ വന്ന് തപസ് ചെയ്ത് ഇവിടെ ഒരു ദൈവിക പ്രഭയുണ്ടായി. പിന്നീട് ഇവിടെ ഒരു അമ്പലം നിർമ്മിക്കപ്പെട്ടു. മഹാവിഷ്ണുവിനെ അവിടെ പ്രതിഷ്ഠിച്ചു. ആ മഹാവിഷ്ണുവിനെ ഇവിടെ ചെമ്പകധാമ സ്വാമി എന്ന് വിളിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടെ താമസിക്കുകയും ഇവിടെ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും ചെയ്തു എന്ന് മറ്റൊരു ഐതിഹ്യവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ മുകളിലത്തെ അമ്പലത്തിലേക്ക് വരാനായിട്ട് മറ്റൊരു ഗേറ്റ് ഉണ്ട്. മെയിൻ അമ്പലത്തിൻ്റെ ലെഫ്റ്റിലായിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. അതുവഴി വരുമ്പോൾ നമുക്ക് ചെരുപ്പിട്ടിട്ട് ഈ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് കയറി വരാൻ പറ്റും.
വേഗോ ഇതുപോലെ തന്നെ അപ്പുറം സൈഡിലും കുറച്ച് നമുക്ക് നടക്കാവുന്ന ഏരിയ. ഇത് വൈകുന്നേരം വന്നാൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നിൽക്കുന്ന സൺസെറ്റൊക്കെ കണ്ട് എന്തായാലും രസം വെച്ചാൽ ലിയാൻ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ നാളായി അവനെ കൊണ്ട് നമ്മൾ ബൈക്കിലൊക്കെ ഒന്ന് പോയിട്ട്, കാരണം പുള്ളിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അധികം ദൂരം പോയില്ലല്ലോ, കുറച്ച് ദൂരം ആകുമ്പോൾ അവന് മടുപ്പ് വരും, ഉറക്കം വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു 20 to 25 കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ വീട്ടിൽ നിന്ന്. 800-900 വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണിത്. 12ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം, അന്ന് മുതലുള്ള അമ്പലം. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ആൾക്കാർ വന്നിട്ടുണ്ടാവില്ലേ. ഇങ്ങനെയൊക്കെ കല്ലിലൊക്കെ വരച്ച് വെച്ചാൽ അതിന് വൃത്തിയുടെയൊക്കെ അതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കളയാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് നമ്മൾ ആദ്യം നിന്ന് പാറയുടെ ബനാർക്കട്ട ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ബനാർക്കട്ട ഹിൽസ്, ബനാർക്കട്ട ഫോറസ്റ്റ് ആ സൈഡ്, ബനാർക്കട്ടയുടെ ആളുകൾ താമസിക്കുന്നതും തിരക്ക് പിടിച്ച ഏരിയ. കഴിഞ്ഞ തവണ ഞാൻ വിചാരിച്ച ലിയാമിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രക്കിങ്ങിന് വന്നത്. എന്തായാലും പുള്ളിക്ക് ഇഷ്ടമായി. ചെരുപ്പിടാണ്ട് നടക്കണേനൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് കാല് വേദനെടുത്ത് തുടങ്ങി കേട്ടോ, പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല. ബിഗ് സ്റ്റോൺ കണ്ടോ? ഒറ്റ കല്ലത്. ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ വല്ല പില്ലറൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് താഴത്തെ ചെമ്പകസ്വാമി ടെമ്പിളിലൊന്നും കൂടെ കയറണം. അന്നേരം അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ടായില്ല, നമ്മളത് കാരണം മുകളിലേക്ക് വന്നതാ. ഇതൊന്ന് കയറി നോക്കാൻ, തിരക്കായിരിക്കും. എന്തായാലും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന അമ്പലമാട്ടോ. ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കല്ലൊക്കെ ഭയങ്കര തെന്നി കിടക്കുക, എന്നുവെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. അത് തന്നെ നമുക്ക് കയറിയപ്പോൾ തോന്നില്ല, ഇറങ്ങിയപ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടായ്മയുണ്ട്. ആളുകൾ നടന്ന് നല്ല സോഫ്റ്റായേക്കുക. അങ്ങനെ നമ്മൾ താഴെ എത്തി. തിരിച്ചു പോവാണ്. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു മൂഡ് അമ്പലം. അപ്പോൾ അവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒറ്റ ആളില്ലാതിരുന്ന സ്ഥലം ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇതുണ്ടോ ഈ ആർച്ച് ഇതാണ് മറ്റേ അമ്പലത്തിൻ്റെ എൻട്രി. ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബനാർക്കട്ട ഞാൻ പറഞ്ഞത്. ഇത് ബനാർക്കട്ട ജംഗ്ഷനാണ്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് ബനാർക്കട്ട ജംഗ്ഷൻ. ഇവിടെ നമുക്ക് റൈറ്റ് എടുക്കണേ. നമ്മൾ വന്ന വഴി തന്നെ പോകല്ലേ. ഞങ്ങൾ കുറേ നാൾ ബനാർക്കട്ട ഏരിയയിൽ താമസിച്ചതാണ്, പക്ഷെ അന്ന് എങ്ങനെയൊന്നും അറിയില്ല. അതെ, ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു. ഇത്രയും പഴക്കമുള്ളൊരു അമ്പലം ഇവിടെ ഉണ്ടാകുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.